12 വർഷത്തെ മോഡിജിയുടെ ഭരണം കഴിയുമ്പോ ഇന്ന് ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും മോഡിജി എന്ന്. ഇന്ത്യ ഇന്ന് 4ാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ന് ലോകത്തിൽ മാറിയിരിക്കുന്നു. ഈ കേരളത്തെ കട്ടുമുടിച്ചു, കൊള്ളയടിച്ചു, ഇവിടുത്തെ പാവപ്പെട്ടവനെയും സാധാരണക്കാരനെയും രക്തമൂറ്റി കുടിച്ചു. ഇപ്പോ ക്ഷേത്രങ്ങളും പള്ളികളും കൊള്ളയടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ എവരുടെയും പ്രിയങ്കരനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന NDAയുടെ നേതാക്കന്മാരെ, പ്രവർത്തകരെ, നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ ഏതാണ്ട് 100 മില്യണിലധികം ആളുകളാണ് അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നത്. അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വെറും 43 മില്യൺ ഫോളോവേഴ്സ് മാത്രമേ ഉള്ളൂ. ഈ കഴിഞ്ഞ 12 വർഷക്കാലത്തെ മോദിജിയുടെ ഭരണം കൊണ്ട് ഇന്ത്യ ലോകത്തിന്റെ ഉന്നതിയിലേക്ക് വളർന്നു എന്നുള്ളതാണ്. നമുക്കറിയാം ഇന്ന് UK-യെയും ജപ്പാനെയും മറികടന്ന് ഇന്ത്യ ഇന്ന് 4ാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ന് ലോകത്തിൽ മാറിയിരിക്കുന്നു. ഡിജിറ്റൽ എക്കോണമിയിൽ അമേരിക്കയും ചൈനയും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ 3ാമത്തെ ശക്തിയായി മാറിയിരിക്കുന്നു. 10 വർഷം മുമ്പ് ഞാൻ ഈ ലോകം മുഴുവൻ സഞ്ചരിക്കുമ്പോൾ ഒരു ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ ഏതോ ഒരു ദരിദ്ര രാജ്യത്തിൽ നിന്ന് വരുന്ന ഒരാളെ പോലെ തല കുനിച്ച് നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് അവസ്ഥ മാറി. ഇന്ന് 12 വർഷത്തെ മോഡിജിയുടെ ഭരണം കഴിയുമ്പോ ഇന്ന് ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും മോഡിജി എന്ന്. ഇന്ന് നമുക്ക് തന്റെ ഇടത്തോടെ ധൈര്യത്തോടെ തല ഉയർത്തി നിൽക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഇന്നുണ്ടാക്കി. നമ്മൾ ഓർക്കുന്നുണ്ടാവും, പഹൽഗാമില് നമ്മുടെ 26 പേരെ നിരപരാധികളായിട്ടുള്ള നമ്മളെ സഹോദരന്മാരെ അവരുടെ അടിവസ്ത്രം ഊരി മതം നോക്കി വെടിവെച്ച് വന്നപ്പോ രാത്രികൾക്കുള്ളിൽ തന്നെ അതിന് പകരം തിരിച്ചടിച്ച് ഈ ഇന്ത്യയുടെ നരേന്ദ്രമോദിജി പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഇത് പഴയ ഇന്ത്യ അല്ല, കോൺഗ്രസ് ഭരിച്ച ഇന്ത്യ അല്ല എന്നാണ്. അമേരിക്ക ടാരിഫ് കൊണ്ട് ഇന്ത്യയെ ശ്വാസം മുട്ടിച്ചപ്പോ അതിന് പകരം ചോദിക്കാതെ നിശബ്ദമായിട്ട് നിന്ന് 18 വർഷക്കാലമായിട്ട് പൊടി പിടിച്ചു കിടന്ന യൂറോപ്യൻ യൂണിയന്റെ എഗ്രിമെന്റിൽ, കരാറിൽ ഒപ്പുവെച്ച് അമേരിക്കയെ ഇന്ത്യയുടെ മുന്നിൽ മുട്ടുകുത്തിച്ച നരേന്ദ്രമോദിജി പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഈ ലോകത്തില് ഇത് പഴയ ഇന്ത്യയല്ല, ആരുടെയും മുന്നിൽ മുട്ടുമടക്കുന്ന ഇന്ത്യയല്ല എന്നാണ്. ഈ കഴിഞ്ഞ 2 ആഴ്ചക്കാലം മുമ്പ് നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് സഭാതർക്കം. അതുമായിട്ട് ബന്ധപ്പെട്ട് നരേന്ദ്രമോദിജിയെ കാണാനായിട്ട് ഇടയുണ്ടായി. ഇന്ന് എനിക്ക് ഉറപ്പുണ്ട്, ഈ 114 വർഷമായിട്ട് നടക്കുന്ന നമ്മുടെ സഭാതർക്കത്തിന് ഒരു പരിഹാരം അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഈ 70 വർഷക്കാലം LDFും UDFും മാറി മാറി ഭരിച്ചു. ഈ കേരളത്തെ കട്ടുമുടിച്ചു, കൊള്ളയടിച്ചു, ഇവിടുത്തെ പാവപ്പെട്ടവനെയും സാധാരണക്കാരനെയും രക്തമൂറ്റി കുടിച്ചു. ഇപ്പോ ക്ഷേത്രങ്ങളും പള്ളികളും കൊള്ളയടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നമുക്ക് ഈ 70 വർഷം കൊണ്ട് ഇവർ നേടിത്തന്നത് എന്താണ്? മയക്കുമരുന്ന്. സ്കൂളുകളിൽ മുതൽ കൊച്ചു കുട്ടികൾക്ക് മുതൽ കോളേജുകളിൽ എല്ലായിടത്തും മയക്കുമരുന്ന് ലഭ്യമാക്കി. കള്ള് ഫാക്ടറി തുടങ്ങി. ഓരോ കിലോമീറ്ററിലും മദ്യഷാപ്പുകൾ തുടങ്ങി. അഴിമതി വളർത്തി, കടം വർദ്ധിച്ചു, വിലക്കയറ്റം കൂടി. ഇന്ന് ഇവിടുത്തെ സാധാരണക്കാരൻ, പാവപ്പെട്ടവൻ ഒരു നേരത്തെ ഭക്ഷണം, വയറു നിറച്ച് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലേക്ക് വന്നു. അതുകൊണ്ട് ഈ കേരളം മാറണം. ഈ LDFനെയും UDFനെയും നമുക്ക് തൂത്തെറിഞ്ഞ് അറബിക്കടലിൽ എറിയണം. അതിന് ഇന്ന് ഇന്ത്യയിലെ ഒരേ ഒരു നേതാവിനെ സാധിക്കൂ, ഇന്ത്യ ഭരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക്. ആ നരേന്ദ്രമോദിജിയോടൊപ്പം ഈ കൊച്ചു കേരളത്തെ നയിക്കാൻ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള നേതാവ്
രാജീവ് ചന്ദ്രശേഖർജിയോടൊപ്പം ഈ എളിയവനായ ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പു തന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരായിരം നന്ദി ശ്രീ സാബു എം ജേക്കബ്.